സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കോംബോ ലഞ്ചാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം അതിൽ ആദ്യത്തെ കറി എന്താണെന്ന് നോക്കാം. തുവരപ്പരിപ്പ് 1/4 കപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. 1/2 തൊട്ട് ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. സ്റ്റീം വന്നിട്ടുണ്ട്. വയ്ക്കാം. ഇനി തീ കുറച്ചിട്ട് ഒരു 7 മിനിറ്റ് വരെ വേവിക്കാം. ഇത് ഓഫ് ചെയ്യാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നോക്കാം. പരിപ്പ് വന്നിട്ടുണ്ട്. വല്ലാതെ പേസ്റ്റ് പോലെയൊക്കെ ഉണ്ട, ജസ്റ്റ് നിങ്ങൾ ഉടച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രോസൺ ആക്കിയിട്ടുള്ള മാങ്ങയാണ്. നമ്മൾ ഡീപ് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളത്തിലിടരുത്. വെള്ളത്തിലിട്ടാൽ ഭയങ്കര പുളി കൂടും. അപ്പോൾ ഇങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ആക്കിയാൽ മതി കുറച്ച് നേരം വെച്ചിട്ട്. അപ്പോൾ ഇത് ഘനം കുറച്ചരിഞ്ഞ മാങ്ങയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പുളി അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അത് ഒരു പകുതി മാങ്ങ ഉണ്ടാവും. മാങ്ങ, പച്ചമാങ്ങ, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഈ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിൽ മാങ്ങയ്ക്ക് പകരം ഇരുമ്പമ്പുളി ഇല്ലേ, ഞങ്ങൾ ഇരുമ്പമ്പുളി പറയും, വിലുമ്പമ്പുളി, അത് ഇടാം. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പുളി പിഴിഞ്ഞ്, വാളംപുളി പിഴിഞ്ഞും ഒഴിക്കാം. ഇനി ഇത് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. തിളച്ച് പോകാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ തൂവിക്കൊടുത്താൽ മൂടി വെച്ച് വേവിക്കും. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. കാരണം ഒട്ടും തിളച്ച് പോവാതെ തന്നെ അത് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. പുളിയൊക്കെ കറക്റ്റാണോ നോക്കണം, ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കായം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കായം ചേർക്കുമ്പോൾ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിന് ഉലുവയുടെ ഒരു ടേസ്റ്റാണ് നല്ലത്. ഇനി ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി വറുത്തിടാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ച് ചേർക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ വേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി. വേണമെങ്കിൽ ഒരു പറ ചോറ് തിന്നും എന്നൊക്കെ പറയാം. പക്ഷേ പറ ചോറൊന്നും കഴിക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള കഴിച്ചാൽ മതി. പക്ഷേ നല്ല ഇഷ്ടത്തോടു കൂടെ കഴിക്കാം. ഇനി അടുത്തത് ഒരു തോരനാണ്. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മൂപ്പിക്കാം, വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. സവാള നിറം മാറി വരുമ്പോൾ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ചേർക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടിയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ആ ചെറിയ തീയിൽ ആ മുളക് നന്നായി മൂക്കണം. അതിനുശേഷം വേപ്പിലയും ചേർത്ത്, വേപ്പിലയും മൂത്ത് കഴിയുമ്പോൾ ഞാനിവിടെ ബീൻസ് തോരനാണ്. അപ്പോൾ ബീൻസ് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതിലൊട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പും പറയാറുണ്ട്, ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ആണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇളക്കി ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം പോഷകഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കാം. ഇനി അടുത്തത് മീൻ ഫ്രൈ ചെയ്യാനുള്ള. അപ്പോൾ ഇതൊരു കോംബോ ആണല്ലോ. അപ്പോൾ ഇതിനൊരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വേളൂരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം വാളംപുളി, ഇതെല്ലാം കൂടെ, വാളംപുളിയുടെ പേസ്റ്റ്, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇനി വരഞ്ഞ മീൻ വൃത്തിയാക്കി വരഞ്ഞ മീനിൽ നന്നായിട്ട് പുരട്ടി അവിടെ വയ്ക്കാം. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ബീൻസ് ഒരു 5-8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ കണ്ടോ, ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഉലർത്തിയെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം, വെന്തോന്നും നോക്കണം. നന്നായിട്ട് ഉലർത്തിയെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഓഫ് ചെയ്യാം. അപ്പോൾ തോരനും കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളി ചേർക്കുമ്പോഴുള്ള പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം. ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴായാലും ഏത് മീനാണെങ്കിലും ഞാൻ അല്പം പുളി ചേർക്കാറുണ്ട്. മീനൊക്കെ നല്ല മുരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലൊന്ന് അരിഞ്ഞ് ചേർക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അത് കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും ആ വേപ്പിലങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ മീനിൻ്റെ കൂടെ ആ വേപ്പിലും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ തൂണിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള കറികളാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുറച്ച് കൂടുതൽ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ ഈ കറിയിൽ മാങ്ങ അതുപോലെ ഉള്ളി അതൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഫിഷ് ഫ്രൈയിൽ പുളിയൊക്കെ ചേർത്തത് കൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ബീൻസ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ബീൻസ് തോരൻ അപ്പോൾ എല്ലാവരും ഇതുപോലൊരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു ഊണ് കഴിക്കാം. താങ്ക് യു.